ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ? ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? കൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. മരുന്ന് വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്? അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ. എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ. ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷയെ പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ, അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം ഇവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ, ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ, 500 രൂപ ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യേ. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാറ്റിക്കരുത്. എന്റെ അഭിമാനം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വെച്ച് ഞാനും അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ. എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കണ്. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ. സ്റ്റിച്ച് പൊട്ടി. പോ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ 5 അംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ 5 അംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? ആ മിണ്ടരുത്. കണ്ണ് കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡാറ്ററെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്.
നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ സമ്മതിക്കില്ല ഞാൻ. മനുഷ്യരിവിടെ ഭ്രാന്ത് പിടിച്ചടക്കപ്പെടാ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ് മേനോനല്ല, കൊറിയർ മേനോൻ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം ഇന്ന് ചേർത്തെടുത്തുള്ളൂ. നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പായേട്ടാ. നീ ഇരിക്കേ പറയട്ടെ. ഇരിക്കാനും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടുന്നു. അപ്പഴാ നിന്നേ എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചുകൾ സമരചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമരപ്പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണ് 1-2 പരിസ്ഥിതി മലിനാവൂട്ടോ. പിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും നുകുത്തുന്ന ഒരുത്തനും വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറം നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്താൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടിരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച് കൊതുക് ഊറ്റിയെടുക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല. സഖാവേ ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10,000 അല്ല 2 പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ. വരൂ, കയറിയിരിക്കൂ. ഇല്ല, ഒരു കൊറിയർ ഉണ്ട് അമ്മയ്ക്കാ. സംശയിക്കണ്ട, പുതിയ ജോലിയാ. പല പല വേഷം കെട്ടലുകളില് ഏറ്റവും പുതിയത്. അമ്മ എവിടെ? കൊറിയർ വരാണ്ടെന്ന് പറഞ്ഞ് ഇത്ര നേരം കാത്തിരുന്നു. കാണാണ്ടായപ്പോ മാത്തനങ്ങളിലും കുട്ടിയാ ഹോട്ടലിൽ അന്വേഷിച്ചു പോയിരിക്ക. ഹോട്ടലിലെ അഡ്രസ്സിലാ വന്നത്. അവരെ ഈ അഡ്രസ് തന്നെ. വാടക വീടല്ലേ? എന്നിങ്ങോട്ട് മാറി. ഇന്നലെ. കയറിയിരിക്കി, അമ്മ ഇപ്പൊ വരും. ഇല്ല, ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പോവാ. ഒരു 5 മിനിറ്റ്, ഞാൻ ചായ എടുക്കാം. ആദ്യമായിട്ട് വന്നതല്ലേ, പാലുണ്ടാവില്ല. കുടിക്കുമെങ്കിൽ കട്ടൻ എടുക്കാം. വേണ്ട, കട്ടൻ കുടിക്കാത്തോണ്ടല്ല, കട്ടൻ തന്നെ പതിവ്. പക്ഷെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണില്ല. അമ്മ വരുമ്പോ പറയ്, ദാ ഇത് ഒപ്പിട്ടോളൂ. ദാ അവിടെ. അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് പോലും വിഷമം തോന്നണ ചുറ്റുപാടാ. അസംഗോയെ, പോയിട്ട് നാളെ വാ, ഞാൻ നോക്കി വെക്കാം. ശരി. ബോംബെയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അന്ന് അവരുടെ സംസാരത്തിന് എനിക്ക് തോന്നി. എന്താ ഏതാ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് ഞാനും കരുതി. ആൾക്കാരാകട്ടെ തകിടം മറിക്കാൻ മുകളിലിരിക്കുന്ന ആൾക്കൊരു സെക്കൻഡ് മതിയില്ല. നിന്റെ ഇന്നത്തെ ഏർപ്പാടൊക്കെ തീർന്നാ? തീർന്നു. എന്തൊരു പോക്കാത്. ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ചു ദിവസമായിട്ട് തുടങ്ങിയത് ഓൾഡ് മാൻ വട്ട്. ഇങ്ങോട്ട് കയറി നിറഞ്ഞ അത് മതി. ഇന്ന് ഗിരിഗറിക്ക് ഇളകിയ വെളിച്ചപ്പാടന്മാരൊക്കെ കഷ്ട. വോൾട്ടറങ്ങളുടെ കടയിരിപ്പുണ്ട്. ഇത് എത്ര ഇഞ്ച് നീളം വരും? ഇതൊരു 1 അടിക്ക് മേലെ വരും. ഇതൊരാളുടെ പള്ളെ കയറ്റിയ ഇതിന്റെ മറ്റേറ്റപ്പുറത്ത് വരുമോ? അത് ആളിന്റെ സൈസ് പോലെ ഇരിക്കും. ഓ, അപ്പൊ ഗിർഗിറിക്ക് ഇത് പറ്റില്ല. ആൾക്ക് ഭയങ്കര വയറാ. ഞാൻ കുട്ടി അന്വേഷിച്ച ഹോട്ടലിൽ പോയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോന്നു പറഞ്ഞു. അന്ന് ഹോട്ടൽ ബിൽ സെറ്റിൽ ചെയ്തപ്പോ പണം തികഞ്ഞില്ല. ഒരു 7,400 രൂപ ബാക്കി വന്നു. മാഡം ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇന്ന് GMന്റെ മോഹിത്തിരി ഒന്ന് കടത്തു. ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. കുട്ടിയും കൂടെ ഒന്ന് ജീവനോട് പറയണം. ഞാൻ പറഞ്ഞയാള് കേൾക്കോന്നറിയില്ല. വല്ലാത്ത മുഷിടനാ. എന്നാലും പറഞ്ഞു നോക്കാം. മാഡത്തിന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കാൻ. കടം വാങ്ങിച്ച് ശീലമില്ല അവർക്ക്.
എന്താ അവരുടെ പ്രശ്നം ഇത്ര പെട്ടെന്നിങ്ങനെ? പെട്ടെന്നുണ്ടായതല്ല, മാഡത്തിന്റെ ഹസ്ബൻഡ് മരിച്ച അന്ന് തുടങ്ങിയതാ അങ്ങയുടെ ആദ്യ ഭാര്യയിലെ മക്കളുടെ ഉപദ്രവം. അവർക്കുള്ളതൊക്കെ ആവശ്യത്തിന് എഴുതി വെച്ചിട്ടാ സാറ് മരിച്ചത്. അതും പോരാഞ്ഞ് മാഡത്തിന്റെ സ്വന്തം സേവിങ്സും ചതിയിൽ അവർ കയ്യിലാക്കി. സത്യം പറഞ്ഞ ജീവൻ പേടിച്ചോടി പോന്നതാ. ഒക്കെ വൈകാതെ ശരിയാവുമെന്ന് കരുതിയ ഇത്രയും കാലം ഹോട്ടലിൽ താമസിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചിടത്തുനിന്നൊന്നും സഹായം കിട്ടിയില്ല. കേസ് നടക്കുന്നുണ്ട്, ഒക്കെ കലങ്ങി തെളിയെന്ന് കരുതാ. മാഡത്തിന്റെ കൂടെ ഞാൻ ഒത്തിരി കാലമായിട്ടുള്ളതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അച്ഛന്റെ മരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ, ഹൗസ് കീപ്പിംഗ്. അതെ, അവരുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ക്യാഷ് ലാലപ്പന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ആണോ? ആ, റെസീറ്റ് നിന്റെ തരാൻ പറഞ്ഞിട്ടുണ്ട് ലാലപ്പനോട്. അത് അവർക്ക് കൊടുത്തേക്ക്. പെട്ടെന്ന് എവിടുന്നാ ഇത്ര ഒപ്പിച്ചത്? വർഗീസിന്റെ ബ്ലേഡോ അതോ ഗോപാല മുതലാളിയുടെ കത്തിയോ? പലിശ കയറി ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? ആ, അതൊക്കെ എങ്ങനെ കിടക്കും, സാരല്ല. തൽക്കാലം അവരുടെ കാര്യം ശരിയായല്ലോ, അല്ലെങ്കിൽ നാണക്കേടല്ല അവർക്ക്. ഇയാളെ എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഇത്ര നേരം സംസാരിച്ചിട്ട് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സച്ചിയാ, നിന്റെ മുമ്പിൽ എച്ചി. ഫോൺ വെച്ചിട്ട് പോയി പണി നോക്കണേ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ അവളുടെ ഇതിന്റെ 1.25 രൂപ നമ്മുടെ ജെനീഫർ തരൂ കേട്ടോ. ആ ജോതക്കുട്ടി, അവൾക്കാ വിളിച്ചതേ. ഒരു കാര്യം പറയുമ്പോ രണ്ടുപേർക്ക് എങ്ങില്ലാത്ത തിരക്ക്. ഒന്ന് നിർത്തുണ്ടോ? ഞാൻ പറഞ്ഞതിന് മറുപടി ഇതാ. 2 വാൽവ് പോയിട്ടുണ്ട്. ജാമ്പവാൻ പണ്ട് ശ്രീലങ്കയിൽ ആകാശവാണി നടത്തിക്കൊണ്ടിരുന്നപ്പോ ഉപയോഗിച്ച സാധന. പാർട്സ് ഒക്കെ കിട്ടിയ ഭാഗ്യം. ആ പാലസ് റോഡിൽ ടീക്കട നടത്തുന്ന കൃഷ്ണക്കമ്പത്തിന്റെയാണ് ഇവിടത്തെ ആദ്യത്തെ റേഡിയോകളിൽ ഒന്നാണ്. ഇതാണോ മാർക്കോണി കണ്ടുപിടിച്ച റേഡിയോ? ആരാ മാർക്കോണി? ആ, നമ്മുടെ തെങ്ങേറ നടക്കാൻ മന്ദവേലപ്പനല്ലേ, അയാളുടെ മൂത്ത മോനൊരുത്തൻ കോണിയായിട്ട് നടക്കല്ലേ, അവനാണ് മാർക്കോണി. അവൻ ഈ കോണിയായിട്ട് നടക്കുമ്പോ ആൾക്കാർ ശല്യം സഹിക്കണം. മാറുകോണി മാറുകോണി. എന്താ സേട്ടു പപ്പ ഇയാള് ചോദിച്ചത്? അതിവിടെ ഇരിപ്പിണ്ടി എടുത്ത് കൊടുക്കുന്ന ഉപദേശിക്ക. സച്ചി, നീ നാളെ അതിരാവിലെ എണീറ്റ് പോയി ആ ബോംബെ കൊച്ചിനൊന്ന് പ്രേമിച്ചേക്കണം കേട്ടാ. രാവിലെ 5:45 ഫസ്റ്റ് ബസ്സിനെ പോയി പ്രേമിച്ചേക്കാവേ. കണ്ടപ്പോ തന്നെ ഞാനായില്ല വിവറൂട്ടാ, അല്ലാതെ ഞാനാ. അല്ലെങ്കിൽ കാര്യം പറയുമ്പോ തമാശയാ. എന്താ കുട്ടിക്കൊരു കുഴപ്പം? തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മ കേസ് ജയിച്ചാ തീരും. പിന്നെ കോടീശ്വരിയാ. കോടി നടന്ന് കാശ് കടം മേടിക്കാൻ പറ്റൂലെന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവും. ഇതിന്റെ തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ കരുതി. അതുമില്ലേ? കളിമണ്ണെങ്കിലുള്ള ആ തലമണ്ണയിൽ കയറാനാ പറയുന്നത്. നല്ല കാര്യങ്ങളെ സ്നേഹമുള്ളവര് പറയുമ്പോ അനുസരിക്കുക. അല്ലാതെ പെണ്ണ് കെട്ടാത്ത ഈ മണങ്ങന്റെ വാക്ക് കേട്ട ഇയാളുടെ ജന്മം കട്ടപ്പകയാവും. ആ കുട്ടിക്ക് ഒരു പാതി മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇയാളുടെ പാതി മനസ്സൂടെ കിട്ടിയാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി കഥാപ്രസംഗം. പോയ കഞ്ഞിളച്ചു നോക്കി, ഉപ്പാപ്പയ്ക്ക് കുടിക്കേണ്ടതാ. I told you 1000 times. ഈ തെമ്മാടികളുടെ കൂട്ടത്തിൽ വരരുത്, കാണരുത് എന്നൊക്കെ. Come. You need to repeat that. I will finish you before this nasty talks. അതെ, ഞങ്ങളോടുള്ള ദേഷ്യം ആ കുട്ടിയുടെ കൈ തീർക്കണ്ട. നീ ആരാടാ ഇതിൽ ഇടപെടാൻ? ഞാൻ ഇവളെ വേദനിപ്പിക്കും, വേണ്ടി വന്നാൽ കൊണ്ടുവെച്ചു. നിങ്ങൾക്ക് പ്രാന്താണ് മനുഷ്യ. ഇവിടെ വന്നു വെച്ച് ഇവിളാരും ചീത്തയാക്കാൻ പോണില്ല, തട്ടിക്കൊണ്ടേ കൂടെ താമസിപ്പിക്കാനും പോണില്ല. ഞാൻ നിങ്ങളുടെ യാത്ര മുടക്കുന്നു പേടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പേപ്പട്ടി പോലെ ഇങ്ങനെ വിരൽ പിടിച്ചിറക്കണത്. എങ്കിൽ ആ പേടി വേണ്ട. ഭൂമിയുടെ ഏത് അറ്റത്തേക്കാണെങ്കിലും ഇവിടെ കൊണ്ടോക്കോ, ആരും തടയില്ല. പക്ഷെ പോണതുവരെ അവളിവിടെ വരും, ഞങ്ങളൊക്കെ കാണും, സംസാരിക്കും. അതിന്റെ പേരിൽ ഇവിടെ വേദനിപ്പിച്ചാണ്ടല്ലോ. നിർത്തോ, കൊറേ കാലമായല്ലോ താൻ ബാസ്റ്റർഡ് സൺ ഓഫ് ബാസ്റ്റർഡ് എന്നെ എന്റെ അച്ഛനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി വിളിച്ച് തന്റെ കഴുത്തിന് വേണ്ടി തലവണില്ല. പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ. നിന്റെ ഫാദർ പേടിപ്പിച്ചിട്ട് പേടിച്ചിട്ടില്ല ഈ ഗിർഗറി. താനൊന്ന് പോടകളവാ. കണ്ടോ ഇത് കേറ്റിഞ്ഞ പള്ളക്ക് ഗിർഗറി ആരാണെന്ന് അറിയില്ല നിനക്കൊന്നും. ഗിർഗറി കത്തുകൊണ്ട് കളിക്കരുത്, അടുത്ത് വയ്ക്കേ. പോടോ, താനാ ഇതിന്റെയൊക്കെ പിന്നിൽ. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. തന്റെ ഒരു കോപ്പിലെ കത്തി വിളിച്ചോണ്ടോ ഇയാളെ. എന്നെ ശരിക്കും അറിയില്ല അവന്. അവനെ ഞാൻ ഗിർഗറി അപ്പൂപ്പ. എന്താടാ
ഡോണ്ട് ഡു മോനെ അതുകൊണ്ട് കളിക്കരുത് കയ്യിൽ നിന്ന് പോയാൽ എല്ലാം തീർന്നു. Hold it, hold it. No, എറിയരുത് ദേഹത്ത് കൊണ്ട് ചോര വരും. No. ആ എന്നാ കൊണ്ട് മീൻ വെട്ടിക്കോ. താങ്ക് യു വേഗം വാ. എടാ ചെക്ക, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ നീ ആരാണെന്നാണോ നിന്റെ വിചാരം? ഇന്ന് ഭാസ്കർ കള്ളു കുടിച്ചിട്ട് തന്നെയാണ് വന്നേക്കണത് നിന്നോട് 4 വർത്താനം പറയാൻ. നീ കാശ് തന്നില്ലെങ്കിലും ഭാസ്കറിന് കള്ള് കിട്ടൂടാ. എടാ തോപ്പേ, എടാ എരപ്പേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? ഉസ്താദ് അല്ലാരക്കാന്ന് കേട്ടിട്ടുണ്ടോടാ? എവിടെ കേക്കാൻ? പണ്ട് ബോംബെയിൽ നിന്റെ തന്തയുടെ കൂടെ കൊട്ടാൻ പോയപ്പോ എന്റെ പെരുപ്പിക്കല് കണ്ട് സ്റ്റേജിലോട്ട് കേറി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കൈകൊണ്ട് അതൊക്കെ പോട്ടെ. യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഗാനഗന്ധർവൻ യേശുദാസ്. ഞാനൊന്ന് വിളിച്ച ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും. ശേഖരണ്ണന്റെ മോൻ AR റഹ്മാൻ വരും. അല്ലാരക്കാന്റെ മോൻ സക്കീർ ഹുസൈൻ വരും. മുമ്പിൽ വന്നിന്ന് തല ചൊറിഞ്ഞ് എന്താ ഭാസ്കരേട്ടാന്ന് ചോദിക്കും. കള്ളൂടിയം ഭാസ്കരന്റെ പത്രാസ് കണ്ടിട്ടല്ല, ഈ സിദ്ധി കണ്ടിട്ടാണ്. എന്നിട്ട് എന്റെ സ്വന്തം രവിയേട്ടന്റെ മോന് മാത്രം എന്താ ഒരു വിലയില്ല. നിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവാ. 58ാമത്തെ വയസ്സിൽ എനിക്ക് ശുക്രദശയെന്ന് എന്റെ ഈ കൈ നോക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 58 നടപ്പാ. എന്നിട്ട് ശുക്രൻ തെളിയാനുള്ളൊരു വഴി ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോ മൂടും തട്ടിയൊരു പോക്ക് അവന് പറ്റൂലാത്രേ. എന്താണ് പറ്റാത്തത്? പാടൂലാന്ന് ശബ്ദം ചെയ്യാൻ നീയാടാ തച്ചോളി ഒതന്ന അല്ല ഉണ്ണിയാർത്തന മോനാ. നിന്നെ കൊണ്ട് ഞാൻ പാടിക്കോടാ. നിന്റെ കഴുത്തിൽ കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട നിൽക്കുമ്പോ നിന്റെ തല കയറാൻ പോണോ? നിനക്കെത്ര പ്രായടാ? മൂത്താണ് ഇളയതൊന്നും ഞാൻ നോക്കൊന്നുമില്ല. എന്റെ അമ്മ മകളും താമസിക്കുന്ന വീടാത്. ഇവിടെ കിടന്നങ്ങനും ബഹളം ഉണ്ടാക്കിയ ഇനി ഒരു നിമിഷം അവിടെ നിന്ന് ഒറ്റ ചവിട്ടന്റെ കൂമ്പേക്കറിയോ. നമുക്ക് പോവാം. അവൻ നല്ല വെള്ളത്തില. അവന്റെ വെള്ളം ഇറങ്ങി അവൻ നോർമൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതങ്ങനെ വെള്ളത്തിൽ സംസാരിക്കേണ്ട കേസല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ ആയിക്കോ. എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ എത്ര വൃത്തിയായി പോയ കാര്യങ്ങൾ. ഷാപ്പ് പൂട്ടിക്കാണോ? ഭാസ്കരേട്ടാ കിടക്കണ കിടപ്പണ്ട. എനിക്കാണ് സാധനം. ഇറങ്ങി പാമ്പായി നടക്കുക. എന്താ പ്രശ്നം? കേറ്. എവിടേക്കാ? കൊണ്ടാട്ടോ ചേച്ചി. ഇറങ്ങേട്. കൊല്ലു. നീ വിട്ടേ. ഏതാണ്ട് കള്ളൂരിയന്മാരെ പിടിച്ചിട്ടുണ്ടെന്നെ പോലെ. ആ തബലെടുത്ത് വെച്ചിരുന്നേ. ആ തബലെടുത്ത് വെച്ചിരിക്കാൻ.